നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചതുൾപ്പെടെയുള്ള മിന്നൽ വേഗതയിലുള്ള നയംമാറ്റം തെരഞ്ഞെടുപ്പ് ഡീലായി പൊതുസമൂഹം കണ്ടാൽ കുറ്റം പറയാനാവില്ലെന്നും ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ച തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നും KCBC മദ്യവിരുദ്ധ സമിതി. മുന്നണിയിലും മന്ത്രിസഭയിലും പോലും കൂടിയാലോചനയില്ലാതെ അബ്കാരി പ്രീണന നയം സ്വീകരിച്ചവർ മദ്യം അത് പാമ്പിനെ പോലെ കൊത്തുകയും അണലിയെ പോലെ കടിക്കുകയും ചെയ്യുമെന്ന ബൈബിൾ വാക്യം ഓർമ്മയിൽ വെക്കുന്നത് ഉചിതമായിരിക്കുമെന്നും KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള പറഞ്ഞു. മയക്കുമരുന്നുകളുടെ ഹബ്ബായി മാറിയ കേരളത്തെ എരിതീയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായി മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും സമയം വർദ്ധിപ്പിച്ചും സാധാരണ ജനത്തെ വേട്ടയാടരുത്. വിനോദസഞ്ചാരികളുടെ മറവിൽ മദ്യവിൽപ്പന വ്യാപകമാക്കാൻ സർക്കാർ ശ്രമിക്കേണ്ട. വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തുന്നത് നാട്ടിലെ ചളുക്ക് ബ്രാൻഡി കുടിക്കാനല്ല, പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ്. മദ്യത്തിന്റെ ലഭ്യത കുറവുകൊണ്ടല്ല വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നത്, മറിച്ച് മയക്കുമരുന്ന് ഉപയോഗകരുടെയും മദ്യപാനികളുടെയും തെരുവ് നായ്ക്കളുടെയും വന്യമൃഗങ്ങളുടെയും കടന്നാക്രമണം ഭയന്നാണ്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ നടത്തിയാൽ മദ്യപിച്ചും മയക്കുമരുന്നുകൾ കഴിച്ചും ഭ്രാന്തന്മാരെ പോലെ നമ്മുടെ പൊതുജനം അക്രമകാരികളാകും. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന സമീപനമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കേരള കത്തോലിക്ക സഭ മാർച്ച് 8 മദ്യലഹരി വിരുദ്ധ ഞായർ ആചരിക്കും. സീറോ മലബാർ, ലത്തീൻ, മലങ്കര റീത്തുകളിലെ പള്ളികളിൽ സഭയുടെ സർക്കുലർ വായിക്കുകയും വിവിധ പരിപാടികളുടെ ആചരണം നടത്തുകയും ചെയ്യുമെന്നും KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള പറഞ്ഞു. നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ അബ്കാരികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് മദ്യശാലകൾക്ക് രാത്രി 12 മണി വരെ സമയം നീട്ടിക്കൊടുത്ത സർക്കാരിന്റെ ഈ നയത്തെ KCBC മദ്യവിരുദ്ധ സമിതി ശക്തമായി പ്രതിഷേധിക്കുകയാണ്, എതിർക്കുകയാണ്. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, ഒരു നയമാറ്റം വരുത്തുമ്പോൾ ഒരു പരിധിവരെ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ അവരുടെ മുന്നണിയിലോ കൂടിയാലോചന നടത്തി ഒരു കൂട്ടുത്തരവാദിത്തോടെ നയമാറ്റം വരുത്തേണ്ട കാര്യങ്ങളിൽ ഇത്ര ശരവേഗത്തില് മിന്നൽ വേഗത്തിൽ ഒരു നയവ്യത്യാസം വരുത്തേണ്ട അടിയന്തര പ്രാധാന്യമുള്ള കാര്യം എന്തായിരുന്നു എന്ന് ഈ സർക്കാർ ഇവിടെ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇവർ പറയുന്ന വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് കുറയുന്നു. വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിലെ ഇവിടുത്തെ ലോക്കൽ മദ്യം കഴിക്കാനാണ്. മുന്തിയ മദ്യം കഴിച്ച് കഴിയുന്ന ആളുകൾ കേരളത്തിൽ വരുന്നത് കേരളത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയാണ്. കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളുടെ വരവ് കുറയുന്നുണ്ടെങ്കിൽ അതിന് മൂല കാരണം എന്ന് പറയുന്നത് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരുടെ അക്രമത്തെ ഭയന്ന്, അല്ലെങ്കിൽ മദ്യപിക്കുന്നവരുടെ അക്രമത്തെ ഭയന്ന്, അല്ലെങ്കിൽ തെരുവ് നായ്ക്കളുടെ കടന്നാക്രമണം, അല്ലെങ്കിൽ ഈ മറ്റ് അതുപോലെയുള്ള വന്യമൃഗങ്ങളുടെ കടന്നാക്രമണമൊക്കെ ഭയന്നാണ് വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാത്തത്. അതിന് മദ്യത്തിന്റെ ഒരു നിറം കൊടുത്ത് അല്ലെങ്കിൽ മദ്യത്തിന്റെ മറവില് അതിനെ കൂടുതൽ മദ്യശാലകൾ അനുവദിക്കുകയും മദ്യത്തിന് കൂടുതൽ അബ്കാരികൾക്ക് കൂടുതൽ അനുകൂലാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഈ രാജ്യത്തെ വോട്ടർമാർ കാണിക്കുന്ന ഏറ്റവും വലിയ ജനദ്രോഹപരമായ കാര്യമാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ നയം, മദ്യശാലകളുടെ സമയവർദ്ധന കൊടുക്കുന്ന നയം, കൂടുതൽ മദ്യശാലകൾ അനുവദിക്കുന്ന നയം ഈ സർക്കാർ തിരുത്തിയേ മതിയാവൂ. അതുകൊണ്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ് KCBC മദ്യവിരുദ്ധ സമിതിക്ക് ഇവിടെ പറയുവാനുള്ളത്. മദ്യത്തിന്റെ ലഭ്യതക്കുറവാണ് മയക്കുമരുന്നുകളുടെ വ്യാപനത്തിന് കാരണമെന്ന് പ്രചരിപ്പിച്ചവരാണ് ഇവർ. ഇപ്പം യഥേഷ്ടം അവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 10 വർഷം മുമ്പ് 29 ബാറുകളായിരുന്നെങ്കിൽ ഇന്ന് 1000-ലധികം ബാറുകൾ അവിടെയുള്ളത്. 1000-ഓളം ബെഫ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. 4000-ലധികം കള്ളുഷാപ്പുകളുണ്ട്. അങ്ങനെ പല ഇനങ്ങളിലായി മദ്യശാലകളുടെ ഹബ്ബായി മാറിയിരിക്കുന്നു. മദ്യത്തിന്റെ ലഭ്യതക്കുറവാണ് മയക്കുമരുന്നുകളുടെ വ്യാപനത്തിന് കാരണമെന്ന് പ്രചരിപ്പിച്ചവർക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത്? ഇപ്പൊ മദ്യവും യഥേഷ്ടം കൊടുക്കുന്നു, മയക്കുമരുന്നുകളുടെ ഹബ്ബായി മാറിയിരിക്കുന്നു. വൈകുന്നേര സമയമാകുമ്പോൾ നമ്മുടെ ഇളം തലമുറ മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് ഈ 5.5 രൂപയുടെയും 12 രൂപയുടെയും ഒക്കെ ഡിസ്പോസിബിൾ സിറിഞ്ച് വാങ്ങുവാൻ ഓടിയെത്തുന്നുണ്ടോ എന്ന് മെഡിക്കൽ സ്റ്റോർ ഉടമകളുടെ പ്രതികരണം ഭീതി പരത്തുന്നതാണ്. അപ്പം മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും ഒരു ഹബ്ബായി മാറിക്കൊണ്ട് അവർ പറഞ്ഞ പ്രകടന പത്രികയോ അല്ലെ അവർ പറഞ്ഞ മദ്യ നിരോധനത്തിനോ അല്ലെ ഒരു തുള്ളി മദ്യം പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ നയത്തിനോ എതിരായിട്ട് ഘടകവിരുദ്ധമായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ മദ്യവർജനം പറയുന്നു.
അതിനുശേഷം മദ്യശാലകൾ യഥേഷ്ടം അനുവദിക്കുന്നു. ഇത് തെറ്റായ നയമാണ്. ഇത് തിരുത്തിയേ മതിയാവൂ. മദ്യശാലകളുടെ സമയം വർദ്ധിപ്പിച്ചത് അത് തിരുത്തണം, അത് റദ്ദ് ചെയ്യണം. ഒപ്പം തന്നെ പുതിയ മദ്യശാലകൾ അനുവദിക്കുന്ന ആ നയം. ഇതിപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു കാര്യം, ഈ പൂട്ടാൻ പോകുന്ന കട കാലിയാക്കൽ ചടങ്ങ് പോലെയാണ്. അങ്ങനെ വരുമ്പോൾ ഉള്ളതെല്ലാം വില കുറവിൽ ഓഫർ കൊടുത്ത് വിടുന്നത് പോലെ, വിറ്റഴിക്കുന്നത് പോലെയുള്ള ഒരു നടപടിയിലേക്ക് കിടക്കുന്ന പോലെ ഫീൽ ചെയ്താൽ, ആർക്കെങ്കിലും തോന്നിയാൽ അതിനെ കുറ്റം പറയാനാവില്ല. ഇതിൽ എവിടെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ, അല്ലെ ഏതെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ, അല്ലെ ഒറ്റ രാത്രി കൊണ്ടൊക്കെ ഇതിപ്പോഴൊരു നയം മാറ്റം വരുവോ? ഇത്രമാത്രം പ്രതിഷേധം എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഉണ്ട് എന്ന് പൂർണ്ണമായ ബോധ്യമുള്ള ഒരു സർക്കാരാണ് ഇവിടെ മദ്യശാലകൾക്ക് അനുകൂലമായ, അബ്കാരികൾക്ക് അനുകൂലമായ അബ്കാരി പ്രീണനം നടത്തിയിരിക്കുന്നത്. മദ്യശാലകൾ മദ്യം അനുവദിച്ച് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനതയെ വേട്ടയാടരുതെന്നാണ് KCBC മദ്യവിരുദ്ധ സമിതിക്ക് ഈ അവസരത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്, സൂചിപ്പിക്കുവാനുള്ളത്, മുന്നറിയിപ്പ് നൽകുവാനുള്ളത്. അതേസമയം ബാറുകളുടെ പ്രവൃത്തി സമയം നീട്ടിയതിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു വിശദമായ ചർച്ചയ്ക്ക് ശേഷം എടുക്കാൻ പാടുള്ളൂ. നേരത്തെ ഈ ആവശ്യം ബാറുടമകളുടെ കയ്യിൽ നിന്ന് വന്നിരുന്നു, ഇത് ഏകീകരിക്കണം എന്നും. പക്ഷെ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ എടുക്കുമ്പോൾ തീർച്ചയായും അതിന്റെ അകത്ത് ദുരൂഹത ആരോപിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് വളരെ ഗൌരവതരമായി ഒരു ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം എടുക്കേണ്ടത്. ദൌർഭാഗ്യവശാൽ പെട്ടെന്നാണ്, ഇലക്ഷന്റെ സായാഹ്നത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. അതിന് ആക്ഷേപം ഉണ്ടാവും ഉറപ്പായിട്ടും. ഈ ഏകീകരിക്കുന്ന ഒരു പ്രശ്നം വന്നിരുന്നു നേരത്തെ. പക്ഷേ ടൂറിസം കേന്ദ്രങ്ങളുടെ എണ്ണം പെട്ടെന്ന് കൂട്ടിയത് തന്നെ ഈ ബാറുകൾക്ക് ഇത് കൊടുക്കാനുമാണെന്നുള്ള ആക്ഷേപവും വന്നിരുന്നു. അത് ഗൌരവമായി പരിശോധിക്കപ്പെടണം. ആ മന്ത്രിസഭ അത് പരിശോധിക്കണം. വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷം അത് നമ്മൾ പരിശോധിക്കുന്ന, അതിന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം അത് ടൂറിസം കേന്ദ്രങ്ങളിലെ നൈറ്റ് ലൈഫ് ഉദ്ദേശിച്ചാണോ അല്ലെ വ്യാപകമായി ബാറുകൾക്ക് ഇത് കൊടുക്കുകയാണോ എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി വരുത്തണം, വളരെ വ്യക്തത വരുത്തണം. ആ വ്യക്തത വരുത്താതെ വിശദമായി ചർച്ച ചെയ്യാതെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെട്ടെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ദുരൂഹത. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ ഫയല് ഒറ്റ ദിവസം കൊണ്ടാണ് ഓരോ സെക്ഷനിലും കടന്നുപോയി എന്നാണ് പറയുന്നത്. അത് പാലക്കാടത്തെ ബ്രൂവറിയുടെ അങ്ങനെയായിരുന്നല്ലോ. ബ്രൂവറിയിൽ ഡൽഹിയിൽ നിന്ന് ഒരു കമ്പനി വന്ന് അപേക്ഷ കൊടുക്കുകയും റോക്കറ്റ് വേഗത്തിലാണ്. ഗവൺമെന്റ് സ്പീഡിൽ എന്ന് ആരാ പറഞ്ഞത്? ഈ സ്പീഡ്, ഈ കാര്യത്തിലൊക്കെ നല്ല സ്പീഡാണ്. അല്ല, അതെ, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഞങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ടല്ലോ, 1000-ഓളം ബാറുകളാണ് ഇപ്പൊ കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1000-ത്തിലധികം ബാറുകളാണ് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത്. എല്ലായിടത്തും റീറ്റെയിൽ ഔട്ട്ഷോപ്പാണ്. മദ്യത്തിന്റെ ഇത്രമാത്രമുള്ള വ്യാപനം അത് കേരളത്തെ ദോഷകരമായി ബാധിക്കും എന്നത് ഞങ്ങളുടെ കൂടി നിലപാടാണ്, ശക്തമായ നിലപാടാണ്. ഇവരെന്താ പറഞ്ഞത്? മദ്യം കുറച്ച് കൊണ്ടുവരും, മദ്യവർജനത്തിലേക്ക് എത്തിക്കും എന്നും പറഞ്ഞിട്ട് ഇവര് വന്നതിൽ നിന്ന് 1000 ബാറാണ് കൂട്ടിയത്, 1000-ഓളം ബാർ കൂട്ടിയത്. എന്നിട്ടാണ് ഇവർ ഈ മദ്യനയം പറയണത്. ഇവർ പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അല്ല, തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഒരു ദുരൂഹത തീർച്ചയായിട്ടും ഉണ്ട്. അത് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ പെട്ടെന്ന് വേഗത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്, ഒരു വിശദമായ ചർച്ച അതിന്റെ ആവശ്യമുണ്ട്. വളരെ ഗൌരവതരമായി പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് കോടതി വിധി. ഇന്ന് വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ റെക്കോർഡും അത് തന്നെയാണ്. സർക്കാരിൽ നിന്ന് നമ്മൾ നികുതി കൊടുക്കുന്ന പണം എടുത്തിട്ട് സർവേ നടത്തുക, ആ സർവേ നടത്തിയിട്ട് തുടർ ഭരണം ഉറപ്പാക്കണം. സർവേക്ക് പോകുന്ന വോളണ്ടിയർമാർ എന്നിട്ട് പാർട്ടി സർക്കിൾ ഇറക്കുന്നു, ഡിവൈഎഫ്ഐക്കാരെയും CPM-കാരെയും വോളണ്ടിയർമാരാക്കുന്നു. നമ്മുടെ നികുതി പണം എടുത്തിട്ട് ഡിവൈഎഫ്ഐക്കാർക്കും CPM-കാർക്കും കൊടുക്കുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി അവരോട് പറയുന്നു, നിങ്ങൾ പോയി, അത് നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് നിങ്ങൾ പോയി സർക്കാരിന്റെ തുടർഭരണം ഉറപ്പാക്കണമെന്ന്. നാട്ടുകാരുടെ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന ഈ നാണം കെട്ട പരിപാടിയാണ് ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തത്. കോടതി ശക്തമായ വിധിയുണ്ട്. അതൊക്കെ അത് പോട്ടെ, അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കിട്ടിക്കോളും ബാക്കി. അതാണ് പറയുന്നത്, തുടർഭരണം ഉറപ്പാക്കുക. വോളണ്ടിയർമാര് അവരുടെ CPM വോളണ്ടിയർമാരെ വെച്ച് പറഞ്ഞോ, ഇത് സർക്കാരിന്റെ പണം, നമ്മുടെ നികുതി പണം കൊടുക്കുവാണ്. ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കേരളം മുഴുവൻ ഹോർഡിംഗ് വെച്ചേക്കുക, കേരളത്തെ ശരിയാക്കിയെന്ന്. കോടികൾ ഖജനാവിൽ പൂച്ച പറ്റിയിടക്കുകയാണ്. 5 പൈസയില്ല, കടം കയറി മുടിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് കോടികൾ മുടക്കി PR നടത്തുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സർക്കാരിന്റെ തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ലഘുലേഖകൾ ട്രൈബൽ കോളനിയിൽ വിതരണം നടത്തുകയാണ്. എന്തൊരു നാണം കെട്ട
രീതിയിലാണ് ഭരണ സൗകര്യങ്ങൾ ഇവരെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഞങ്ങൾ അതും ചോദ്യം ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞല്ലോ മൊത്തം യഥാർത്ഥ പ്രതികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പുറത്തിറങ്ങും. അവസാനം അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമാവും. ഇപ്പോ നടക്കുന്നത് ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഈ പ്രതികളെല്ലാം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബാക്കി വല്ല തെളിവുണ്ടാവോ? അവസാനം തെളിവുകളില്ലാതെ ഈ സ്വർണ്ണക്കൊള്ള കേസ് ഇല്ലാതായി പോകുന്ന ഒരു ഉത്കണ്ഠ, അതാണ് ഞങ്ങൾ നിയമസഭയിൽ പങ്കുവച്ചത്. നിയമസഭയിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഈ സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്ന സുപ്രീം കോടതി പോലും ജാമ്യം നിഷേധിച്ച കേസിൽ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം SIT ഒരുക്കി കൊടുത്തു.